ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഡക്റ്റ്. ഇത് പരിചയപ്പെടുത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ഞാൻ തരാൻ വേണ്ടി കൂടിയാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത്. ഇത് ഞാൻ നാപ്തോളിൽ നിന്ന് ഫേസ്ബുക്കിൽ കണ്ടിട്ട് നാപ്തോളിൻ്റെ സൈറ്റ് വഴി ഓർഡർ ചെയ്തൊരു പ്രോഡക്റ്റായത്. ഇതിൻ്റെ പേര് പോർട്ടബിൾ ഇലക്ട്രിക് ഗ്രൈൻഡർ എന്നാണ്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. പോർട്ടബിൾ ഇലക്ട്രിക് ഗ്രൈൻഡർ കണ്ടോ. ഇതിന് MRP കൊടുത്തേക്കുന്നത് 1500 രൂപ. ഞാനിത് വാങ്ങിച്ചത് 800 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം ഞാനൊന്ന് പറഞ്ഞു തരാവേ. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് അന്ന് തന്നെ ഞാനിത് ഉപയോഗിച്ച് നോക്കി. അതിൻ്റെ ഇവിടെ ഒരു ബട്ടണൊക്കെ ഒരു കൊടുത്തിട്ടുണ്ട്, കരണ്ടിൽ കുത്തുന്ന. അപ്പം ഇത് വാങ്ങിച്ച് അന്ന് തന്നെ ഉപയോഗിച്ചത് ഞാൻ ചെറുതായിട്ട് ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് ഞാൻ ഇവരുടെ മാനുവൽ വായിക്കാൻ നമ്മൾ നോർമലി എന്ത് ചെയ്യും, ഗ്രൈൻഡറാണ് നമ്മൾ എന്തെങ്കിലും അരയ്ക്കാനോ ഒക്കെ നമ്മൾ പൊടിക്കാനോ ഒക്കെ എടുക്കുന്നത്. ഇതിനകത്ത് സത്യത്തിൽ ഇവർ പറയുന്നത് ഇത് പൊടിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, പൊടികൾ മാത്രമേ പൊടിക്കാൻ പറ്റത്തുള്ളൂ. ഇനി പൊടി പൊടിച്ചാലും നമ്മൾ ആ പൊടി അവസാനം കഴുകിയെടുക്കുമല്ലോ, പാത്രം കഴുകി വെക്കണമല്ലോ. ഇതിൽ വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം അത് വെള്ളം ഒഴിച്ചാണ്ട് ഈ വെള്ളം കണ്ട് ഈ ബാക്കിൽ കൂടെ വെളിയിൽ വരും, താഴെ വരും, വെള്ളം താഴെ വരും. അതാണ് ഇതിൻ്റെ അവസ്ഥ. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, ഇത് കരണ്ടിൽ കുത്തുന്ന സമയത്ത് നമുക്ക് ഈ മെറ്റലിൽ നമ്മൾ തുറന്ന സമയത്ത് നമുക്ക് ഷോക്ക് അടിക്കും. എനിക്ക് 2 പ്രാവശ്യം ഞാനിത് ഉപയോഗിച്ച സമയത്തും ഈ മെറ്റലിൽ നിന്ന് നമുക്ക് ഷോക്ക് അടിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ വയറിങ്ങിൻ്റെയും മോട്ടറിൻ്റെയും കംപ്ലയിൻറ്റ് എന്തുവാണെന്ന് അറിയത്തില്ല, ഷോക്ക് അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ പോളിസി ഞങ്ങൾ അപ്ലൈ ചെയ്തു, റീഫണ്ട് പോളിസി ചോദിച്ചു. വാട്സപ്പിൽ നമുക്ക് ഇതിൻ്റെ ഓർഡർ ID കാര്യങ്ങൾ വരുമല്ലോ, അപ്പോൾ വാട്സപ്പ് ചാറ്റ് വഴി ചോദിച്ചു. അപ്പോൾ റീഫണ്ട് പോളിസി അവർക്ക് ഇല്ല. അവർക്കൊന്നെങ്കിൽ റീപ്ലേസ്മെൻറ്റ്, സെയിം പ്രൊഡക്റ്റ് തന്നെ വേറെ റീപ്ലേസ്മെൻറ്റ് പോളിസി ഉള്ളൂ, റീഫണ്ട് ഇല്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ അവസാനം കൺസ്യൂമർ കോർട്ടിൽ കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പോൾ കൺസ്യൂമർ കോർട്ടിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം നമുക്ക് മെസ്സേജ് വന്നു ഫോണിൽ, ഇത് ഡെലിവറി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആൾ വരും, അപ്പം സാധനം റെഡിയാക്കി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിൻ്റെ വേറൊരു കാര്യം കൂടി കാണിച്ചത്, ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇതിനകത്തൊരു ബ്രൗൺ കളർ കാണുന്നുണ്ടോ? ഇത് ഞാൻ ഒരു വട്ടം ഉപയോഗിച്ച സംഭവം ഒന്ന് കഴുകിയിട്ട് പിറ്റേന്ന് മെറ്റൽ കണ്ടോ തുരുമ്പെടുത്തതാണ് ഈ കാണുന്നത്, തുരുമ്പെടുത്തത്. ഇതാണ് ഈ നാപ്തോളിനെ നമ്മൾ പണ്ടേ നമ്മളിൽ ഉടായ്പ സാധനം എന്ന് പറയുമെങ്കിലും എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം വരുന്നത്. ഞാൻ കുഞ്ഞിന് കുറുക്കോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എൻ്റെ മിക്സി ഗ്രൈൻഡറാണെങ്കിൽ അരയത്തില്ല പെട്ടെന്ന്. അപ്പോൾ ചെറുതൊരെണ്ണം വാങ്ങുമ്പോൾ പെട്ടെന്ന് അരയുമല്ലോ എന്ന് വിചാരിച്ച് ഇത് വാങ്ങിച്ചത്. പക്ഷേ ഭയങ്കര കളപ്പീരായി. ഇപ്പോൾ 800 രൂപയ്ക്ക് എനിക്ക് എന്ത് നഷ്ടമായിരുന്നു അറിയാമോ. അത് നിങ്ങൾക്കും കൂടെ ഒരു മെസ്സേജ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ പ്രൊഡക്റ്റ് എടുത്ത് വെച്ച് തന്നെ ഞാനിങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളോട് പറ. നിങ്ങൾക്ക് ഇത് എഴുതിയേക്കുന്നത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതിനകത്ത് കണ്ടോ, വെള്ളം ഉപയോഗിക്കേണ്ടെന്നൊന്നും ഇത് എഴുതി വെച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ താഴെ ഇവർ ക്ലീനിങ്ങിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മെഷീൻ ക്യാൻ ബി ക്ലീൻഡ് വിത്ത് ഡ്രൈ ക്ലോത്ത്, നെവർ ഇമ്മേഴ്സ് യുവർ ഗ്രൈൻഡർ ഇൻ വാട്ടർ ടു വെറ്റ് എ ക്ലോത്ത്. അപ്പം വെള്ളം ഇത് തൊടാൻ പോലും പറ്റത്തില്ല, തുരുമ്പിക്കും. ഒന്നാമത്തെ കാര്യം അത്. പിന്നെ ഷോക്ക് അടിക്കും, രണ്ടാമത്തെ കാര്യം അത്. അങ്ങനെ നമ്മളിത് തിരിച്ച് അതുപോലെ തന്നതുപോലെ പാക്ക് ചെയ്ത് കൊടുത്തു വിടാൻ പോകുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളത് ഡെലിവറി ബോയ് വരും, അത് എടുത്തുകൊണ്ട് പോകാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സംഭവം തിരിച്ചതുപോലെ കൊടുത്തു വിടുക. അങ്ങനെ വൈകിട്ടൊരു 5 മണി ആയപ്പം ഡെലിവറി ബോയ് വന്ന് നമ്മുടെ സാധനം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയർ എന്തോ നമുക്ക് നോക്കാം.